പെരുന്നാളിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വെള്ളിയാഴ്ച അവധി പ്രഖ്യാപിച്ചു. സർക്കാർ ഓഫീസുകൾക്ക് വെള്ളിയാഴ്ച അവധിയില്ല. പടിയൂരിൽ അമ്മയെയും മകളെയും കൊലപ്പെടുത്തിയത് കഴുത്തു ഞെരിച്ചാണെന്ന നിഗമനം. പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. അരനാട്ടുകരയിൽ വീട്ടുപണിക്ക് സഹായിക്കാനെന്ന വ്യാജേന എത്തി സ്വർണ്ണാഭരണവും പണവും തട്ടിയെടുത്ത തമിഴ് സ്ത്രീ കൂടുതൽ സ്ഥലങ്ങളിൽ തട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തി. തട്ടിപ്പുകാരെ തിരിച്ചറിഞ്ഞത് TCV പ്രേക്ഷകർ. തൃശൂർ കോർപ്പറേഷനിലെ ഓട്ടോമാറ്റിക് ഹൈഡ്രോളിക് മൾട്ടി പാർക്കിംഗ് സിസ്റ്റം വീണ്ടും തകരാറിലായി. എറണാകുളം സ്വദേശിയുടെ കാർ പുറത്തിറക്കാനാകാതെ മണിക്കൂറുകളോളം കുടുങ്ങി. തകരാറിലായ പാർക്കിംഗ് സിസ്റ്റത്തിൽ റീത്ത് വെച്ച് കോൺഗ്രസ് കൌൺസിലർമാർ. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർ UDFന് വോട്ട് ചെയ്യുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF 100-ലധികം സീറ്റുകൾ നേടി അധികാരത്തിൽ വരുമെന്ന് പ്രതിപക്ഷ നേതാവ്. ഫാംഫെഡ് നിക്ഷേപ തട്ടിപ്പ് ചെയർമാൻ C രാജേഷ് പിള്ളയുടെയും MD അഖിൽ ഫ്രാൻസിസിന്റെയും അറസ്റ്റ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് രേഖപ്പെടുത്തി. തട്ടിപ്പിന് ഇരയായവർ കൂട്ടായ്മ രൂപീകരിച്ചു. ലോക പരിസ്ഥിതി ദിനത്തിൽ പരിസ്ഥിതി സംരക്ഷണ സന്ദേശവുമായി 6 കിലോമീറ്റർ ഓടി ജില്ലാ കളക്ടർ. പ്രകൃതിയോട് ഇണങ്ങിയുള്ള നിരവധി ടൂറിസം പദ്ധതികൾ ജില്ലയിൽ നടപ്പാക്കാൻ ആലോചനയുള്ളതായി കളക്ടർ അർജുൻ പാണ്ഡ്യൻ. നമസ്കാരം. വാർത്തകൾ വിശദമായി. വലിയ പെരുന്നാളിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വെള്ളിയാഴ്ച അവധി പ്രഖ്യാപിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ശനിയാഴ്ചയും അവധിയായിരിക്കും. വെള്ളിയാഴ്ച അവധി വേണമെന്ന അധ്യാപക വിദ്യാർത്ഥി സംഘടനകളുടെ ആവശ്യത്തിന് പിന്നാലെയാണ് നടപടി. വെള്ളിയാഴ്ചയിലെ അവധി മാറ്റാത്തതിനെതിരെ പ്രതിഷേധം ഉയർന്നിരുന്നു. അതേസമയം സർക്കാർ ഓഫീസുകൾക്ക് വെള്ളിയാഴ്ച പ്രവൃത്തി ദിനമായിരിക്കും. പടിയൂരിൽ അമ്മയെയും മകളെയും കൊലപ്പെടുത്തിയത് കഴുത്തു ഞെരിച്ചാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചന. പ്രതി കോട്ടയം സ്വദേശി പ്രേംകുമാറിനായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. മുൻ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങിയാണ് ഇയാൾ പടിയൂരിലും കൊലപാതകം നടത്തിയതെന്ന് പോലീസ് സംശയിക്കുന്നു. ഇയാളെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ പോലീസിൽ വിവരം അറിയിക്കാനും നിർദ്ദേശമുണ്ട്. പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ വെച്ച് പഴയ കാമുകിയെ പരിചയപ്പെട്ട് അവരോടൊപ്പം ജീവിക്കാൻ 2019 അന്നത്തെ ഭാര്യയായിരുന്ന വിദ്യ എന്ന സ്ത്രീയെ കൊലപ്പെടുത്തിയ ഉദയംപേരൂർ വിദ്യാ കൊലപാതക കേസിലെ പ്രതിയാണ് പ്രേംകുമാർ. പടിയൂർ പഞ്ചായത്ത് ഓഫീസിന് സമീപം വാടക വീട്ടിൽ താമസിക്കുന്ന കാറളം വെള്ളാനി സ്വദേശിനി കൈതവളപ്പിൽ വീട്ടിൽ പരാതിനായ പരമേശ്വരന്റെ ഭാര്യ മണി, മകൾ രേഖ എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം വീടിനുള്ളിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത്. കഴിഞ്ഞ 5 മാസമായി ഇരുവരും പടിയൂരിൽ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു. രേഖയുടെ മൃതദേഹത്തിലെ വസ്ത്രത്തിൽ നിന്നും ലഭിച്ച ഭീഷണി കത്താണ് കൊലപാതകം എന്ന നിഗമനത്തിലേക്ക് പോലീസിനെ എത്തിച്ചത്. ഒരു സുഹൃത്തും രേഖയും ഒന്നിച്ചുള്ള ചിത്രത്തിന് പുറകിലായി ഇവരെ ഒന്നിക്കാൻ അനുവദിക്കില്ല എന്ന വാക്കുകളോടെയാണ് കത്തുണ്ടായിരുന്നത്. പ്രേംകുമാറിനായി തൃശൂർ റൂറൽ പോലീസ് മേധാവി B കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം ഊർജിതമാക്കി. കഴിഞ്ഞ ദിവസം മുതൽ ഇയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഇയാൾ സംസ്ഥാനം വിടുവാനുള്ള സാധ്യതയുള്ളതായി സൂചനകളുണ്ട്. മൊബൈൽ ടവർ ലൊക്കേഷനുകൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം. പ്രേംകുമാറിന്റെ സ്വദേശമായ കോട്ടയത്തും ബന്ധുവീടുകളിലും സഹപാഠികളെയും കേന്ദ്രീകരിച്ച് പോലീസ് നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മുമ്പ് ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ ഇയാളെ സഹായിച്ചവരും അന്വേഷണ പരിധിയിലുണ്ട്. TCV ഇരിങ്ങാലക്കുട. അരനാട്ടുകരയിൽ വീട്ടുപണിക്ക് സഹായിക്കാനെന്ന വ്യാജേന എത്തി 5.5 പവനും 60,000 രൂപയും തട്ടിയെടുത്ത തമിഴ് സ്ത്രീ കൂടുതൽ സ്ഥലങ്ങളിൽ തട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തി. തട്ടിപ്പുകാരെ തിരിച്ചറിഞ്ഞത് TCV പ്രേക്ഷകർ. TCV എക്സ്ക്ലൂസീവ്. ഇപ്പോഴുള്ളത് അരനാട്ടുകര മടത്തുംപടിയിൽ ജോണിന്റെ വീട്ടിൽ. ഈ വീട്ടിൽ ഏതാനും ദിവസം മുമ്പ് വീട്ടുജോലിക്ക് സഹായിക്കാനെന്ന വ്യാജേന എത്തിയ തമിഴ് സ്ത്രീ 5.5 പവൻ സ്വർണവും 60,000 രൂപയും കവർന്നത് TCV വാർത്ത നൽകിയിരുന്നു. ഈ വാർത്തയിലെ ദൃശ്യം കണ്ട് കൂർക്കഞ്ചേരിയിൽ നിന്നൊരു വീട്ടുകാർ TCV വാർത്താ സംഘത്തെ സമീപിക്കുകയായിരുന്നു. സമാനമായ രീതിയിൽ ഈ സ്ത്രീയോട് സാദൃശ്യമുള്ള ഒരു തമിഴ് സ്ത്രീ അവരുടെ വീട്ടിൽ നിന്ന് 10,000 രൂപയും 2 ഗ്രാം സ്വർണവും കവർന്നതായി അവർ TCVയോട് പങ്കുവയ്ക്കുകയുണ്ടായി. ആ ദൃശ്യം അവർ 2 ഫോട്ടോ അയച്ചു വന്നു. ആ ഫോട്ടോ ഈ വീട്ടിലെ 5.5 പവൻ സ്വർണവും 60,000 രൂപയും കവർച്ച നടത്തിയ വീട്ടിലെ ജോണിനെ ഇദ്ദേഹത്തെ കാണിക്കുകയുണ്ടായി. ഇദ്ദേഹം പറയുന്നു അത് ആ സ്ത്രീ തന്നെയാണെന്ന്. ആണോ? കറക്റ്റാണ്. ആ സ്ത്രീ തന്നെയാണ് ഇത് സംഭവം ഉണ്ടായിട്ടുള്ളത്. ആ സ്ത്രീ നമ്മുടെ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. ഞങ്ങൾ പലപ്പോഴും ഇതിൻ്റെ ഈ ഫോട്ടോയിലെ ദൃശ്യം തന്നെയാണ് തന്നെയാണ് ആ സ്ത്രീ തന്നെയാണ്. ഇത് തിരിച്ചറിഞ്ഞത് കൂർക്കഞ്ചേരിയിലുള്ള TCV പ്രേക്ഷകരായ വീട്ടുകാരാണ് ആ സ്ത്രീയെ തിരിച്ചറിഞ്ഞത്. ഇനി കൂർക്കഞ്ചേരിയിലെ ആ വീട്ടിലേക്ക്.
ഇപ്പോൾ ഉള്ളത് കൂർക്കഞ്ചേരി സോമിൽ റോഡിലെ നെല്ലിശ്ശേരി വീട്ടിൽ ഡേവിഡിന്റെ വീട്ടിലാണ്. നേരത്തെ കവർച്ച നടത്തിയത് ഈ വീട്ടുജോലിക്കെന്ന വ്യാജേന എത്തിയ തമിഴ് സ്ത്രീ കവർച്ച നടത്തിയത് ഈ വീട്ടിലാണ്. അത് ഈ വീട്ടുകാർ തന്നെ പറയും. TCVയിലൂടെയുള്ള ദൃശ്യം കണ്ടാണ് ഇവർ ആ സ്ത്രീയെ തിരിച്ചറിഞ്ഞത്. നമ്മുടെ അടുത്ത് വീട്ടുജോലിക്കെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. തമിഴത്തിയായിരുന്നു. നമ്മളാണെങ്കിൽ ആളന്വേഷിച്ച് നിൽക്കുമായിരുന്നു. അപ്പോൾ ഭക്ഷണം തന്നാൽ മതി എന്നുള്ള രീതിയിലാണ് നമ്മളടുത്ത് സംസാരിച്ചത്. അപ്പോൾ പാവം തോന്നിയിട്ടാണ് നമ്മൾ നിർത്തിയത്. നമ്മൾ നിർത്തി. അപ്പോൾ ആധാർ നമ്മൾ ചോദിച്ചിരുന്നു. അപ്പോൾ ആധാർ നാളെ കൊണ്ട് തരാനാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ആ ഒരു ദിവസത്തിൽ തന്നെയാണ് ആൾ നമ്മുടെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചത്. നമ്മുടെ വീട്ടിൽ നിന്ന് 17,000 രൂപയും 4 ഗ്രാമും പോയിട്ടുണ്ട്. അപ്പോൾ TCVയിൽ ഇതുപോലത്തെ ന്യൂസ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇവിടെ വന്ന ആൾ തന്നെയാണ് അവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കുരിയച്ചിറ ഭാഗത്തുനിന്നും കുറുക്കഞ്ചേരിക്ക് വന്നു, പിന്നെ പരനാട്ടിൽ വന്നു. അപ്പോൾ ആൾ തൃശ്ശൂർ തന്നെ ഉണ്ട്. അപ്പോൾ ആൾ സെയിം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പല വീട്ടിൽ എപ്പോഴും എത്തും. ഇവരുടെ പേരെന്താണ് പറഞ്ഞത്? ഞങ്ങളുടെ അടുത്ത് മഹാലക്ഷ്മി എന്നാണ് പറഞ്ഞത്. പല വീട്ടിലും ചിലപ്പോൾ പലതായിരിക്കും പറയുന്നുണ്ടാവുക. അലമാരയുടെ താക്കോൽ കൊണ്ടുപോയില്ലേ? അലമാരയുടെ താക്കോല് ആൾ കൊണ്ടുപോയി. അപ്പം ഞങ്ങളുടെ സ്പെയർ എടുത്തിട്ടാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അതായത് ഈ മഹാലക്ഷ്മി എന്ന ഇവരുടെ വീട്ടിൽ പറഞ്ഞ വീട്ടുജോലിക്കെന്ന വ്യാജേന എത്തി കവർച്ച നടത്തുന്ന സ്ത്രീ അവർ അരനാട്ടുകരയിൽ മാത്രമല്ല കൂർക്കഞ്ചേരിയിലും നേരത്തെ മറ്റൊരു സ്ഥലത്തും ഉണ്ടായതായി ഇവർ തന്നെ അനുഭവത്തിൽ പറയുന്നു. അതുകൊണ്ട് ജില്ലയിൽ ജാഗ്രതയോടെ ഇരിക്കുക. ഇവർ ഒറ്റയ്ക്കാണോ സംഘമായി ചേർന്നാണോ തമിഴ്നാട്ടിൽ നിന്ന് എത്തിയത് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. ഇപ്പോഴും പോലീസിന് ഇവരെ പിടികൂടാനായിട്ടില്ല. എന്തായാലും ജാഗ്രതയോടെ ഇരിക്കണം എന്നുള്ളതാണ് ഈ അനുഭവങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. TCVക്ക് വേണ്ടി ക്യാമറമാൻ പ്രവീണിനോടൊപ്പം മുകേഷ് ലാൽ. തൃശൂർ കോർപ്പറേഷനിലെ ഓട്ടോമാറ്റിക് ഹൈഡ്രോളിക് മൾട്ടി പാർക്കിംഗ് സിസ്റ്റം വീണ്ടും തകരാറിലായി. എറണാകുളം സ്വദേശിയുടെ കാർ പുറത്തിറക്കാനാകാതെ മണിക്കൂറുകളോളം മുകളിൽ കുടുങ്ങി. കോർപ്പറേഷൻ അങ്കണത്തിൽ നിർമ്മിച്ച ഹൈഡ്രോളിക് മൾട്ടി പാർക്കിംഗ് സിസ്റ്റത്തിന് യാതൊരു തകരാറുമില്ലെന്നും പ്രതിപക്ഷത്തിന് വിഷയദാരിദ്ര്യമാണെന്നും മേയർ പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കകമാണ് വീണ്ടും പാർക്കിംഗ് സിസ്റ്റം തകരാറിലായി കാർ കുടുങ്ങിയത്. വിഷയദാരിദ്ര്യമാണ് നമ്പർ 1. 5 വർഷം മുമ്പുണ്ടായിരുന്ന കോർപ്പറേഷൻ അല്ലല്ലോ ഇപ്പോൾ. കോർപ്പറേഷൻ മാറി, തൃശ്ശൂർ സിറ്റി മാറി. ഇതൊക്കെ അസൂയയാണ്. നമുക്കറിയാം, ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഓട്ടോ സിസ്റ്റം നമ്മളിവിടെ കൊണ്ടുവന്നേക്കണത്. ഇത് ഭംഗിയായി നടക്കുന്നുണ്ട്. ഇന്നലെ പെയിൻ്റ് അടിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഉൾവശം പെയിൻ്റ് അടിക്കുക, അതിൻ്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി വെൽഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും സത്യമാണ്. അതിനുവേണ്ടി ഇന്ന് വാഹനങ്ങൾ കയറ്റരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇന്നവരൊരു കുലുങ്ങിൽ ഞാൻ കേട്ടിട്ടില്ല. ഞാൻ നിരന്തരം ശ്രദ്ധിക്കുന്ന ഒരു സാധനമാണ്. കാരണം ഇതൊരു പുതിയ സംരംഭമാണ്. നമ്മുടെ വണ്ടികൾ അടിയന്തരമായിട്ട് കോർപ്പറേഷൻ്റെ ഉദ്യോഗസ്ഥരുടെ വണ്ടിയാണ് അതിനകത്ത് കയറ്റിടാൻ പറഞ്ഞിട്ടുള്ളത്. ഇന്ന് ഇടരുതെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇത് കുലുങ്ങുകയോ ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല. ഉണ്ടെങ്കിൽ ആദ്യം നടപടിയെടുക്കുക ഞാനാ. കാരണം എന്താ, ഒരു വിട്ടുവീഴ്ച എൻ്റെ ഭാഗത്തുനിന്നില്ല. പാർക്കിംഗ് സംവിധാനത്തിന്റെ നിർമ്മാണത്തിൽ തന്നെ വൻ അഴിമതിയുണ്ടെന്നും ഇതിന്റെ കമ്പികൾ ഒടിഞ്ഞ് നിരവധി കാറുകൾ പലതവണ കുടുങ്ങിയിട്ടുണ്ടെന്നും ആരോപിച്ച് കോൺഗ്രസ് കൗൺസിലർമാർ പ്രതിപക്ഷ നേതാവ് രാജൻ പല്ലന്റെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച രാവിലെ റീത്ത് വെച്ച് പ്രതിഷേധിച്ചിരുന്നു. കാർ മുകളിലേക്കും താഴേക്കും കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്ന പ്ലാറ്റ്ഫോമിന്റെ 13 കമ്പികൾ ഒടിഞ്ഞിട്ടുണ്ടെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. എന്നാൽ ഇത് പുറമേ കാണാതിരിക്കാൻ വെൽഡിംഗ് നടത്തി പെയിന്റ് ചെയ്ത് മറച്ചിരിക്കുകയാണെന്ന പ്രതിപക്ഷാരോപണം ശരിവയ്ക്കുന്ന വിധമാണ് പാർക്കിംഗ് കേന്ദ്രത്തിൽ വീണ്ടും കാർ കുടുങ്ങിയത്. ജനങ്ങളുടെ ജീവന് കോർപ്പറേഷൻ പുല്ലുവില പോലും കൽപ്പിക്കുന്നില്ലെന്നും കോർപ്പറേഷന്റെ കാർ കയറ്റാതെ ജനങ്ങളുടെ കാർ കയറ്റിയിട്ട് പരീക്ഷണത്തിന് മുതിരുകയാണെന്നും പ്രതിപക്ഷ നേതാവ് രാജൻ പല്ലൻ ആരോപിച്ചു. ഈ കാറിട്ട് പരീക്ഷിച്ചിട്ട് ഉള്ളെടുക്കാൻ പറ്റുന്നില്ല. കാറിന്റെ കമ്പികൾ വീണ്ടും ഒടിഞ്ഞു. ഇവിടെ വരുന്ന ആളുകളുടെ വാഹനം ഇവിടെ ഇടിയിച്ചിട്ടാണോ പരീക്ഷണം നടത്തേണ്ടത്? ഇവിടെ എത്ര ഉദ്യോഗസ്ഥന്മാരുടെ വാഹനമുണ്ട്? മേയറെ കാറിട്ട് പരീക്ഷണം നടത്താനില്ലേ? കോർപ്പറേഷനിൽ വന്ന ഒരാളുടെ കാറ് സെക്യൂരിറ്റിക്കാരെ കൊണ്ട് ഇവിടെ ഇടിയിച്ചത്. ഈ പരീക്ഷണം നടത്തണമെങ്കിൽ മേയറെ കാറിട്ട് പരീക്ഷണം നടത്തട്ടെ. മേയറെ കോർപ്പറേഷൻ ഔദ്യോഗിക വാഹനമല്ല, സ്വന്തം മേയറിട്ട് വീട്ടിൽ നിന്ന് കൊടുത്ത കാറിട്ട് പരീക്ഷ നടത്തട്ടെ. ജനങ്ങളുടെ ജീവനോ സ്വത്തിനോ യാതൊരു വില കൽപ്പിക്കാത്ത ഭരണ നേതൃത്വമാണ്. കോർപ്പറേഷനിൽ ഔദ്യോഗിക ആവശ്യത്തിനെത്തിയ എറണാകുളം സ്വദേശി ജിതിൻ ജോസഫിന്റെ കാറാണ് കുടുങ്ങിയത്. കോർപ്പറേഷനിൽ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. അപ്പോൾ ഒരു 2:30-3 മണിയായപ്പോൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തതാണ്. അപ്പോൾ നമ്മളിപ്പം 1 മണിക്കൂറിനടുത്തായി കാർ ഇവിടെ സ്റ്റക്കാണ്. അപ്പോൾ എന്തോ ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. എന്താണെന്ന് പറയുന്നത് വെച്ചാൽ എന്തോ സ്റ്റക്കായതാണെന്നാണ് പറയുന്നത്. ബാക്കിയൊന്നും അവർ പറയുന്നില്ല. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ്, നിങ്ങളെല്ലാവരും വന്നപ്പോഴാണ് അറിഞ്ഞത് കുറേ നാളായിട്ട് ഇവിടെ പ്രശ്നമായിട്ട് കിടക്കുകയാണെന്ന് അറിഞ്ഞത്. സെക്യൂരിറ്റിക്കാർ പറഞ്ഞിട്ട് കയറ്റിയതാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ള. അപ്പോൾ പാർക്കിങ്ങിന് സ്ഥലം കിട്ടിയില്ല. അതുകൊണ്ട് അവിടെ അങ്ങോട്ടേക്കും വിട്ടപ്പം പാർക്ക് ചെയ്തു. നമ്മൾ ഇറക്കിയിട്ടേ പോക്ക് കിടക്കുള്ളൂ, ഇല്ലാതെ പോകാൻ പറ്റില്ലല്ലോ. പാർക്കിംഗ് സിസ്റ്റം വീണ്ടും തകരാറിലായതിനെ തുടർന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ പല്ലന്റെ നേതൃത്വത്തിൽ കൗൺസിലർമാർ വീണ്ടും കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. TCV ന്യൂസ്, തൃശൂർ. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF 100-ലധികം സീറ്റുകൾ നേടി അധികാരത്തിൽ വരുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. മുരിയാട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ഓഫീസിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ EMSന്റെ നേതൃത്വത്തിൽ ഉള്ളതാണെങ്കിൽ സംസ്ഥാനത്തെ അവസാന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. നിലമ്പൂരിൽ അടക്കം വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ
യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർ UDF-ന് വോട്ട് ചെയ്യുമെന്ന് VD സതീശൻ പറഞ്ഞു. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷത വഹിച്ചു. ചെറുപ്പത്തിലെ തന്നെ നല്ല വാശിക്കാരനാണ്. ഐക്യ ജനാധിപത്യ മുന്നണി ഇടവേള. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. നീ സാമ്പാറിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ആഡ് ചെയ്തോ? നല്ല മണം. VB കായമാണ് സാമ്പാറിൽ ഉപയോഗിക്കുന്നതെങ്കിൽ സാമ്പാർ പിന്നെ വേറെ ലെവൽ. രുചിയും മണവും ഗുണവുമുള്ള കായം VB കായം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകൾ തുടരുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൊള്ളരുതാത്തവരെ സഹകരണ ബാങ്കുകളുടെ ഭരണത്തിനായി വിടരുതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കൊടുങ്ങല്ലൂർ താലൂക്ക് പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിന്റെ പൊയ്യ ശാഖ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ പാർട്ടികളിലും കൊള്ളാവുന്നവരും കൊള്ളരുതാത്തവരുമുണ്ടെന്നും കൊള്ളരുതാത്തവർക്ക് വേറെ പണി നൽകണമെന്നും സതീശൻ കൂട്ടിച്ചേർത്തു. സഹകരണ ബാങ്കുകളുടെ പണം നാട്ടിൽ നിന്ന് പോകുന്നില്ലെന്നും ദേശസാൽകൃത ബാങ്കുകളിൽ നിന്ന് വൻകിടക്കാർ കോടികളുടെ വായ്പയെടുത്ത് തിരിച്ചടയ്ക്കാതെ വരുമ്പോൾ കേന്ദ്ര സർക്കാർ ജനങ്ങളുടെ പണമെടുത്ത് എഴുതിത്തള്ളുന്ന അവസ്ഥയാണുള്ളതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ബാങ്ക് പ്രസിഡന്റ് TM നാസർ അധ്യക്ഷത വഹിച്ചു. ഫാംഫെഡ് നിക്ഷേപ തട്ടിപ്പിൽ ചെയർമാൻ C രാജേഷ് പിള്ളയുടെയും MD അഖിൽ ഫ്രാൻസിസിന്റെയും ഫോർമൽ അറസ്റ്റ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് രേഖപ്പെടുത്തി. ടെമ്പിൾ SHO G അജയ്കുമാറിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തെത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിനായി ചാവക്കാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കുമെന്ന് SHO പറഞ്ഞു. ഫാംഫെഡ് നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 54 പരാതികളാണ് ടെമ്പിൾ പോലീസിൽ ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. ഈ പരാതികൾ സംയോജിപ്പിച്ച് 3 കേസുകളാണ് എടുത്തിട്ടുള്ളത്. 15.5 കോടി തട്ടിയെന്നാണ് ഇതുവരെ പരാതി ലഭിച്ചിട്ടുള്ളത്. പ്രമുഖരും അഭ്യസ്തവിദ്യരുമായ 1000-ഓളം പേരാണ് ഗുരുവായൂർ ബ്രാഞ്ചിൽ നിക്ഷേപം നടത്തിയിരിക്കുന്നതെന്ന് പോലീസ് പറഞ്ഞു. ഇതിൽ 20,000 രൂപ മുതൽ 2.5 കോടി രൂപ വരെ നിക്ഷേപം നടത്തിയവരുമുണ്ട്. 12.5% പലിശ വാഗ്ദാനം ചെയ്ത് നിക്ഷേപം സ്വീകരിച്ച് 6 മാസമായി പലിശ ലഭിക്കാതിരിക്കുകയും MDയും ചെയർമാനും തിരുവനന്തപുരത്ത് അറസ്റ്റിലാവുകയും ചെയ്തതോടെയാണ് നിക്ഷേപകർ ടെമ്പിൾ പോലീസിൽ പരാതി നൽകിയത്. ഗുരുവായൂരിൽ ഫാംഫെഡ് നിക്ഷേപ തട്ടിപ്പിന് ഇരയായവർ കൂട്ടായ്മ രൂപീകരിച്ചു. വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി രൂപീകരിച്ച കൂട്ടായ്മയുടെ ആദ്യ യോഗവും ചേർന്നു. നഗരസഭാ വായനശാല ഹാളിൽ നടന്ന യോഗത്തിൽ 400-ഓളം പേർ പങ്കെടുത്തു. ഫാംഫെഡ് ഗുരുവായൂർ എടപ്പാൾ ബ്രാഞ്ചുകളിലെ 12 ജീവനക്കാരും യോഗത്തിൽ ഉണ്ടായിരുന്നു. ഇവരുടെയും ബന്ധുക്കളുടെയും പണവും നഷ്ടപ്പെട്ടിട്ടുണ്ട്. നിക്ഷേപം തിരിച്ചുകിട്ടാൻ നടപടിയുണ്ടാകണം എന്നാവശ്യപ്പെട്ട് സെൻട്രൽ രജിസ്ട്രാർക്ക് ഭീമ ഹർജിയും നൽകി. ഫാംഫെഡ് ഏറ്റെടുക്കാൻ മറ്റ് സൊസൈറ്റികൾ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇതിന് അനുമതി നൽകണമെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. സഹകരണ മേഖലയിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പരിഷ്കരണമാണ് ഫാംഫെഡ് നിക്ഷേപ തട്ടിപ്പിന് കളമൊരുക്കിയതെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ആരോപിച്ചു. ഫാംഫെഡ് തട്ടിപ്പിനെതിരെ CPM ഗുരുവായൂരിൽ സംഘടിപ്പിച്ച സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കരുവന്നൂരിന്റെ പേരിൽ കരഞ്ഞവർ കേന്ദ്ര സർക്കാരിന്റെ ആശീർവാദത്തോടെ രൂപീകരിച്ച സംഘങ്ങളുടെ പണാപഹരണത്തെക്കുറിച്ച് മൗനം അവലംബിക്കുകയാണ്. കേന്ദ്രാനുമതിയോടെ ആരംഭിച്ച അന്തർ സംസ്ഥാന സംഘങ്ങൾ പൊളിഞ്ഞു വീഴുമ്പോൾ കേന്ദ്ര ഏജൻസികളും BJPയും കോൺഗ്രസും കയ്യും കെട്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ചാവക്കാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് മാലിക്കുളം അബ്ബാസ് അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ സെക്രട്ടറി TT ശിവദാസൻ, ജില്ലാ കമ്മിറ്റി അംഗം C സുമേഷ്, ചാവക്കാട് നഗരസഭാ ചെയർമാൻ ഷീജ പ്രശാന്ത്, MR രാധാകൃഷ്ണൻ, ഷൈനി ഷാജി എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ AC-ക്ക് തീപിടിച്ചു. ഫയർഫോഴ്സും ആശുപത്രി ജീവനക്കാരും ചേർന്ന് തീയണച്ചു. ആശുപത്രിയിലെ അമ്മയും കുഞ്ഞും വിഭാഗത്തിലായിരുന്നു സംഭവം.
എസിക്കുള്ളിൽ നിന്നും പുകയുയർന്നതിനെ തുടർന്ന് ജീവനക്കാർ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചതിനാൽ കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായില്ല. പിന്നീട് ഫയർഫോഴ്സ് എത്തി അപകടാവസ്ഥ ഒഴിവാക്കി. സംഭവത്തെ തുടർന്ന് അമ്മയും കുഞ്ഞും വിഭാഗത്തിലെ രോഗികളെ മറ്റു വാർഡുകളിലേക്ക് മാറ്റി. നിലവിൽ അപകടാവസ്ഥയിൽ നിന്നും രോഗികൾ സുരക്ഷിതരാണെന്നും നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൽസി പോൾ പറഞ്ഞു. പൊതുപരിപാടികളിൽ പൊന്നാടയും പൂച്ചെണ്ടും നൽകി സ്വീകരിക്കുന്ന പ്രവണത ഒഴിവാക്കണമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ബിജെപി നോർത്ത് ജില്ലാ കമ്മിറ്റി ഗുരുവായൂരിൽ സംഘടിപ്പിച്ച ലക്ഷ്മി തരു തൈ വിതരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. ഇത് ഒരു ദൂരം സൃഷ്ടിക്കുന്നുണ്ട്. ഔപചാരികത ഇല്ലാതെ ആ സമയം ഉപയോഗിക്കണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ബിജെപി നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി നിവേദിത അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി കെ.ആർ. അനീഷ്, തേലമ്പറ്റ വാസുദേവൻ, കൌൺസിലർ ജ്യോതി രവീന്ദ്രനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. അരിമ്പൂരിൽ ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസിന്റെ മുൻവശത്തെ ചില്ല് തകർന്നു വീണു. ഒരു കുട്ടിയടക്കം 5 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ഒളരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് സാരമുള്ളതല്ല. തൃശൂരിൽ നിന്ന് തൃപ്രയാറിലേക്ക് വന്ന ശ്രീറാം ബസിന്റെ മുൻവശത്തെ ചില്ലാണ് അരിമ്പൂർ അഗ്രോ കോർപ്പറേഷൻ സമീപം തകർന്നു വീണത്. റോഡിലെ കുഴിയിൽ വീണപ്പോഴാണ് ചില്ല് പൊട്ടി വീണതെന്നാണ് പറയുന്നത്. പെട്ടെന്നുണ്ടായ അപകടത്തെ തുടർന്ന് ഡ്രൈവർ പരിഭ്രാന്തിയിലായെങ്കിലും ബസ് ബ്രേക്ക് ചവിട്ടി ഒതുക്കി നിർത്തി. ഇതിനിടയിൽ ബസ്സിനുള്ളിൽ ചിതറി വീണ ചില്ലിൽ ചവിട്ടി ഡ്രൈവറുടെ കാലിന് പരിക്കേറ്റു. പ്രായപൂർത്തിയാകാത്ത കുട്ടിക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ പ്രതിക്ക് 10 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും ശിക്ഷ. വരന്തരപ്പള്ളി സ്വദേശി കൈതവളപ്പിൽ വീട്ടിൽ ശിവാനന്ദനെയാണ് ഇരിങ്ങാലക്കുട അതിവേഗ സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. 2016 നവംബറിലായിരുന്നു സംഭവം. വരന്തരപ്പള്ളി പോലീസാണ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് വിജു വാഴക്കാല കോടതിയിൽ ഹാജരായി. 11 വയസ്സുകാരിക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ പ്രതിക്ക് 7 വർഷം കഠിന തടവും 60,000 രൂപ പിഴയടയ്ക്കാനും ഇരിങ്ങാലക്കുട അതിവേഗ കോടതി ശിക്ഷിച്ചു. കൊടകര സ്വദേശി ശിവനെയാണ് ഇരിങ്ങാലക്കുട അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി വിവിജ സേതുമോഹൻ ശിക്ഷിച്ചത്. 2020 ഡിസംബർ മാസത്തിൽ ബന്ധുവീട്ടിൽ TV കണ്ടുകൊണ്ടിരുന്ന അതിജീവിതയെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിച്ചെന്ന് ലൈംഗികാതിക്രമം നടത്തി പീഡിപ്പിച്ചുവെന്നതാണ് പ്രോസിക്യൂഷൻ കേസ്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് വിജു വാഴക്കാല കോടതിയിൽ ഹാജരായി. പന്നിത്തടത്ത് ആളില്ലാതിരുന്ന വീട്ടിൽ നിന്ന് 32 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്ത സംഭവത്തിൽ മോഷ്ടാവിനെ കണ്ടെത്താൻ കഴിയാതെ പോലീസ്. അന്വേഷണം കാര്യക്ഷമമല്ലെന്നറിയിച്ച് കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡിൽ പന്നിത്തടം ചുങ്കം സെന്ററിന് സമീപം താമസിക്കുന്ന ഒറുവിൽ അബ്ബാസിന്റെ വീട്ടിലാണ് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ കവർച്ച നടന്നത്. വീടിന്റെ മുൻവശത്തെ വാതിലിന്റെ ലോക്ക് തകർത്ത് അകത്തു കയറി അലമാര കുത്തി തുറന്ന് അതിനകത്തുണ്ടായിരുന്ന 32 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ കവരുകയായിരുന്നു. കുന്നംകുളം ACP CR സന്തോഷിന്റെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി പോലീസാണ് അന്വേഷണം നടത്തുന്നത്. തൃശൂർ പോലീസ് കമ്മീഷണറുടെ സ്പെഷ്യൽ സ്ക്വാഡും അന്വേഷണത്തിനായി സ്ഥലത്തെത്തിയിരുന്നു. എന്നാൽ മോഷ്ടാവിലേക്ക് എത്തുന്ന തെളിവുകൾ കണ്ടെത്താൻ പോലീസിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് വീട്ടുകാർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. പോലീസുകാർ പറയുന്നത് എന്താ വെച്ചാൽ അവർ അവരുടെ രീതിയിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. CCTVയിൽ ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെതായ ഒരു അപാകത ഉണ്ടെന്ന് അവർ പറയുന്നുണ്ട്. അന്വേഷണങ്ങൾ അവർ നടക്കുന്നുണ്ട്. പിന്നെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിരുന്നു. നമുക്ക് അതിൻ്റെ റിപ്പോർട്ട് തന്നിട്ടുണ്ട്. അവരന്ന് നടത്തിയതായ ഡോഗ് സ്ക്വാഡിൻ്റെയും പിന്നെ ഫിംഗറിങ്ങിൻ്റെ അവരുടെ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളതായ ഒരു ലെറ്റർ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വിശ്വാസയോഗ്യമായ ഒരു റിപ്പോർട്ട് ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. അത്രയും പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ ചെയ്ത് കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. മാത്രമല്ല വൈകുന്തോറും നമുക്ക് വിശ്വാസം നഷ്ടപ്പെടുകയാണ്. വിരലടയാള വിദഗ്ധർ നടത്തിയ പരിശോധനയിൽ ലഭിച്ച അടയാളങ്ങൾ കൂടുതലും വീട്ടുകാരുടേതായിരുന്നു. തിരിച്ചറിയാത്ത 2 വിരലടയാളങ്ങൾ സ്ഥിരം മോഷ്ടാക്കളുടേതല്ലെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വീട്ടുകാർ സ്ഥലത്തില്ലാതിരുന്ന 5 ദിവസത്തിനുള്ളിലാണ് മോഷണം നടന്നത്. മോഷണം നടന്ന ദിവസം കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാത്തതും വീട്ടിലും പരിസര പ്രദേശങ്ങളിലും നിരീക്ഷണ ക്യാമറകൾ ഇല്ലാത്തതുമാണ് അന്വേഷണത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതെന്ന് പോലീസ് പറയുന്നു. അതേസമയം മോഷണത്തിന് പിറകിൽ ബന്ധുക്കളാണെന്നും
സ്വർണ്ണാഭരണങ്ങൾ തിരിച്ചു ലഭിച്ചുവെന്നും പ്രചരണം നടക്കുന്നത് വീട്ടുകാർക്കും ബന്ധുക്കൾക്കും മാനസിക പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. ഇപ്പൊ ഈ കളവ് നടന്നിട്ട് 2 മാസമായി, ഇതുവരെ ഒരു വ്യക്തമായ തെളിവ് നമുക്ക് കിട്ടിയിട്ടില്ല. കാരണം ഇപ്പൊ അവർക്കിപ്പോ ഞങ്ങളെ സംശയിക്കുക, എല്ലാവരും സംശയിക്കുക. ഈ നാട്ടിൽ തന്നെ ഞങ്ങൾക്ക് ഇന്ന ആൾക്കാർ ഇത് ചെയ്തെന്നും ഇത്ര മുതൽ ഇങ്ങനെ നശിപ്പിച്ചെന്നും ആ സത്യങ്ങൾ ഞങ്ങൾക്ക് ഇത് അറിയണം. കാരണം ഞങ്ങൾക്ക് പോലീസിൽ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ മൗനം പാലിച്ചിരിക്കുന്നത്. അവരിതിന്റെ തെളിവുകൾ ഞങ്ങൾക്ക് കൊണ്ടുവരും എന്നുള്ളതിൽ വിശ്വാസം ഞങ്ങൾ ഇരിക്കുന്നത്. നാട്ടിലാണെങ്കിൽ ഇവിടെ എല്ലാവരും പറഞ്ഞ് നടക്കുന്നുണ്ട്, സ്വർണം അവരെ പൊതിഞ്ഞ് വീട്ടിൽ കൊണ്ടു വെച്ചിട്ടുണ്ട്, വീട്ടുകാരത് മറച്ചു വെക്കുകയാണ്, അവരുടെ കുടുംബക്കാരനെ ചെയ്തേക്കണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ വരുത്തുന്ന അന്വേഷണത്തിനൊക്കെ വഴി തിരിച്ചുവിടാവുന്ന ഒരു ഇൻഫർമേഷനാണ് നാട്ടിൽ മൊത്തം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ പ്രയാസമാവുകയാണ്. സ്വർണം കിട്ടാതെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ആളുകൾ ഇങ്ങനെ പ്രചരിപ്പിക്കുമ്പോൾ അപ്പോൾ ഇത് ആരാന്നുള്ളത് ഞങ്ങൾക്ക് അറിയാന്നുള്ളത്, സ്വർണം കിട്ടും വേണം. മോഷ്ടാവിനെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് തക്കതായ പ്രതിഫലം നൽകാനും വീട്ടുകാർ തയ്യാറാണ്. എത്രയും പെട്ടെന്ന് മോഷ്ടാക്കളെ കണ്ടെത്തണമെന്നും അല്ലാത്തപക്ഷം കൂടുതൽ പരാതികളുമായി മുന്നോട്ടു പോകുമെന്നും വീട്ടുകാർ അറിയിച്ചു. TCV ന്യൂസ്, എരുമപ്പെട്ടി. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ പെരുന്നാൾ ആശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റം ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. ഒളരി എൽത്തുരുത്തിൽ സെമിത്തേരി പൂട്ടിയിട്ടതുമായി ബന്ധപ്പെട്ട് ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കം സംഘർഷത്തിലെത്തി. തൃശൂർ ACPയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം സെമിത്തേരി തുറന്നിട്ട് താൽക്കാലികമായി പരിഹരിച്ചു. സെമിത്തേരി പഴയ പോലെ തുറന്നിടാൻ പോലീസ് ഉത്തരവിട്ടു. ഇരുവിഭാഗത്തിലെയും വിശ്വാസികൾ മരണപ്പെടുന്ന പക്ഷം ഭൗതിക ശരീരം യാതൊരു തർക്കങ്ങൾക്കും ഇടവരുത്താതെ സംസ്കരിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും ACP നിർദ്ദേശം നൽകി. എൽത്തുരുത്ത് സെന്റ് മേരീസ് പള്ളിയുടെ സെമിത്തേരിയെ സംബന്ധിച്ച അവകാശ തർക്കമാണ് സംഘർഷത്തിലെത്തിയത്. മാസങ്ങളായി തർക്കം നിലനിൽക്കുന്നു. സെന്റ് മേരീസ് ആശ്രമ ഇടവകയുടേതാണ് സെമിത്തേരിയെന്ന് ആശ്രമ വിഭാഗത്തെ അനുകൂലിക്കുന്നവർ പറയുന്നു. തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് സെമിത്തേരിയെന്ന് പുതിയ പള്ളി നിർമ്മിക്കുന്നവരും ചൂണ്ടിക്കാട്ടി. പുതിയ പള്ളി പണിയുന്നതുമായി ബന്ധപ്പെട്ട് ഇടവകയിൽ വർഷങ്ങളായി തുടരുന്ന തർക്കത്തിന്റെ ഭാഗമാണ് സെമിത്തേരി പ്രശ്നം. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. പരിസ്ഥിതിയും കാലാവസ്ഥയും കൂടുതൽ ഭീഷണമായ അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ പ്രസക്തമാവുകയാണ് പരിസ്ഥിതി ദിനാചരണം. പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്നതാണ് ഇത്തവണത്തെ പരിസ്ഥിതി ദിന സന്ദേശം. കാലാവസ്ഥാ മാറ്റം, കുടിവെള്ളക്ഷാമം, ജൈവ വൈവിധ്യ ശോഷണം, മാലിന്യ ജലസേചന പ്രശ്നങ്ങൾ തുടങ്ങിയവയാൽ പ്രതിസന്ധിയിലാണ് ലോകം. ഈ പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കെ തന്നെ പ്ലാസ്റ്റിക് മാലിന്യത്തിൻ്റെ ബാഹുല്യമുയർത്തുന്ന ഭീഷണി ചെറുതല്ല. ഈ സാഹചര്യത്തിൽ ബീറ്റ് പ്ലാസ്റ്റിക് പൊള്യൂഷൻ എന്ന ഹാഷ്ടാഗും പങ്കിട്ട വെല്ലുവിളി കൂട്ടായ പ്രവർത്തനം എന്ന മുദ്രാവാക്യവുമായുള്ള ഇത്തവണത്തെ ലോക പരിസ്ഥിതി ദിനാചരണത്തിന് ദക്ഷിണ കൊറിയ ആതിഥേയത്വം വഹിക്കുകയാണ്. 1907 പ്ലാസ്റ്റിക്കിൻ്റെ കടന്നുവരവോടെ തുടങ്ങിയ വലിച്ചെറിയൽ സംസ്കാരം ഇന്ന് വലിയ അളവിലുള്ള പ്ലാസ്റ്റിക് കൂമ്പാര ഭീഷണിയായി മാറിയിരിക്കുന്നു. 4000 മുതൽ 5000 വർഷം വരെ മണ്ണിൽ നശിക്കാതെ കിടക്കുന്ന പ്ലാസ്റ്റിക്കിൽ നിന്ന് വിഷാംശങ്ങൾ ജലത്തിലും മറ്റും കലർന്ന് രോഗജന്യമാകുന്നു. പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഡയോക്സിൻ എന്ന വിഷം വായുമലിനീകരണം ഉണ്ടാക്കുകയും ക്യാൻസറിന് കാരണമാകുകയും ചെയ്യും. വിവാഹ പാർട്ടികളിലും വിരുന്ന് സൽക്കാരങ്ങളിലൊക്കെ തന്നെ വിതരണം ചെയ്യുന്നത് കുപ്പിവെള്ളമാണ്. അത് 1-2 സിപ്പ് അകത്താക്കിയിട്ട് അത് കളയുന്നത് നമ്മൾ സ്ഥിരം കാണുന്നതാണ്.
അപ്പോൾ വെള്ളവും വേസ്റ്റ് ആവുന്നുണ്ട്, കുപ്പിയും വേസ്റ്റ് ആവുന്നുണ്ട്. ഇത് പൂർണ്ണമായിട്ട് ഒഴിവാക്കി ശുദ്ധമായ വെള്ളം തിളപ്പിച്ച് ചുക്കുവെള്ളം എന്നൊക്കെ പറയില്ല, അത് സ്റ്റീൽ ഗ്ലാസ്സിൽ വിതരണം ചെയ്യാൻ നമുക്കൊരു പ്രയാസമില്ല. കുട്ടികളിലൊക്കെ കൊടുത്തയക്കുന്നത് അല്ലെങ്കിൽ ഓഫീസുകളിലൊക്കെ കൊടുക്കുന്ന പ്ലാസ്റ്റിക് കുപ്പികളാണ് വെള്ളം കൊടുത്തയക്കുന്നത്. അത് ആ പ്ലാസ്റ്റിക് കുപ്പി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചെറുതല്ല. അതിന് പകരം കൊടുക്കാവുന്നത് സ്റ്റീൽ കുപ്പികളിലാണ്. സ്കൂളുകളിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം സമൃദ്ധമായി ലഭ്യമാക്കുക എന്നുള്ളൊരു കാര്യമാണ്. പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്ന മലിനീകരണത്തെ പരമാവധി ഒഴിവാക്കാൻ നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ ചെയ്യാൻ കഴിയും. ഓരോ മിനിറ്റിലും 2,36,000 ടൺ മൈക്രോ പ്ലാസ്റ്റിക് സമുദ്രത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നുണ്ടെന്നാണ് ഏകദേശ കണക്ക്. മൈക്രോ പ്ലാസ്റ്റിക്കും നാനോ പ്ലാസ്റ്റിക്കും വന്നടിഞ്ഞുണ്ടാകുന്ന ഗുരുതരമായ പ്രത്യാഘാതത്തിൽ നിന്ന് പരിസ്ഥിതിയെ രക്ഷിക്കുവാൻ പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുകയും ക്രമേണ അവസാനിപ്പിക്കുകയുമാണ് ചെയ്യേണ്ടത്. 21% പ്ലാസ്റ്റിക്കുകൾ മാത്രമേ റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതിൽ തന്നെ 9% റീസൈക്കിൾ ചെയ്യുന്നുള്ളൂ. ബാക്കിയൊക്കെ പ്ലാസ്റ്റിക് മാലിന്യമായിട്ട് അവശേഷിക്കുകയാണ്. 6,300 ലക്ഷം ടൺ പ്ലാസ്റ്റിക്കാണ് സമുദ്രത്തിൽ കിടക്കുന്നതെന്നാണ് അറിയുന്നത്. ലോകത്താകെയുണ്ടാകുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളിൽ വലിയൊരു ഭാഗവും ഇന്ത്യയുടെ വകയാണെന്ന കണ്ടെത്തൽ പ്ലാസ്റ്റിക് മലിനീകരണത്തിനെതിരായി നാം തന്നെ മുന്നിട്ടിറങ്ങേണ്ടതുണ്ടെന്ന വസ്തുതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. TCV തൃശൂർ. പരിസ്ഥിതി സംരക്ഷണ സന്ദേശവുമായി 6 കിലോമീറ്റർ ഓടി ജില്ലാ കളക്ടർ. പ്രകൃതിയോടിണങ്ങിയുള്ള നിരവധി ടൂറിസം പദ്ധതികൾ ജില്ലയിൽ നടപ്പിലാക്കാൻ ആലോചനയുള്ളതായി കളക്ടർ അർജുൻ പാണ്ഡ്യൻ. പരിസ്ഥിതി ദിനത്തിൽ തൃശൂർ ജില്ലാ ഭരണകൂടവും DTPCയും എൻഡുറൻസ് അത്ലറ്റ്സ് ഓഫ് തൃശൂർ റണ്ണിംഗ് ക്ലബ്ബും സംയുക്തമായി സംഘടിപ്പിച്ച കോൾപ്പാടങ്ങളിലൂടെയുള്ള ഓട്ടത്തിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനും ഓടി. പരിസ്ഥിതിയെ സംരക്ഷിക്കണമെന്ന ആവശ്യവുമായി ഒപ്പം പ്രായഭേദമന്യേ ഇവരും ഓട്ടത്തിൽ പങ്കാളികളായി. 9 വയസ്സുകാരൻ കിരൺ മുതൽ 72കാരൻ കൃഷ്ണൻ വരെയുള്ളവർ ആവേശത്തോടെയാണ് കളക്ടർക്കൊപ്പം ഓടിയത്. പാടം തോടൊക്കെ കണ്ടിട്ട് ഓടാൻ നല്ല രസമുണ്ട്. ആദ്യം ഞാൻ മുമ്പിലോടി, പിന്നെ ബാക്കിക്കായി നന്നായി ഓടി. പിന്നെ ഇവര് വളരെ എനർജി തരുന്ന ആൾക്കാരാണ്. ഇപ്പോൾ 72 വയസ്സ് എനിക്ക് കഴിഞ്ഞു. പക്ഷേ ഇവർ ഓരോരുത്തർ എന്നെ പ്രോത്സാഹിക്കുമ്പോൾ എനിക്ക് ഡബിൾ എനർജി കിട്ടുകയാണ്. മനസ്സിലായോ? അപ്പോൾ ഇവരെ കൂടെ എല്ലാത്തിലും കൂടും. പിന്നെ ഫുൾ മാരത്തോൺ പങ്കെടുത്തിരുന്നു 42 കിലോമീറ്റർ. സാധാരണ റോഡിൽ നിന്നും വ്യത്യസ്തമായി തൃശൂർ പുഴയ്ക്കൽ പുല്ലഴി കോൾപ്പാടങ്ങളിലൂടെ പ്രകൃതി ഭംഗി ആസ്വദിച്ചായിരുന്നു ഇവരുടെ ഓട്ടം. തൃശൂർ പുഴയ്ക്കലിൽ നിന്നും ആരംഭിച്ച് കോൾപ്പാടത്തിലൂടെ ഓടി പുല്ലഴിയിലെത്തി തിരിച്ച് പുഴയ്ക്കലിൽ തന്നെ ഓട്ടം സമാപിച്ചു. ജില്ലയിലെ ടൂറിസം സാധ്യതകൾ മെച്ചപ്പെടുത്തുന്നതിനായി ജില്ലാ ഭരണകൂടം നടപ്പാക്കുന്ന എക്സ്പ്ലോർ തൃശൂരിന്റെ ഭാഗമായാണ് ഈ ഓട്ടം സംഘടിപ്പിച്ചത്. ടൂറിസം എവിടെയൊക്കെ പൊട്ടൻഷ്യൽ ഉണ്ടോ പ്രകൃതിനെയും അവിടുത്തെ ഒരു ലൊക്കേഷനെയും ബാധിക്കാത്ത രീതിയിൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ DTPCയും പഞ്ചായത്തുമായിട്ടൊക്കെ ചേർന്നിട്ട് നമ്മൾ പ്രൊജക്ട്സ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡിസ്കഷനും മറ്റു കാര്യങ്ങളിലാണ് നടക്കുന്നത്. കയാക്കിംഗ് അതുപോലത്തെ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഓട്ടത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും വിവിധ തൈകളും വിജയികളായവർക്ക് ജേഴ്സികളും കളക്ടർ വിതരണം ചെയ്തു. ശരിക്കും പ്രകൃതിയോട് ഇണങ്ങിയുള്ള ഓട്ടം തന്നെയായിരുന്നു. ആരോഗ്യ സംരക്ഷണത്തിനും പ്രകൃതി സംരക്ഷണത്തിനുമായി ഇതുപോലുള്ള തുടർ പരിപാടികൾ ആവിഷ്കരിക്കാനുള്ള ഒരുക്കത്തിലാണ് ജില്ലാ ഭരണകൂടം. ക്യാമറമാൻ പ്രവീൺ പ്രകാശിനോടൊപ്പം ശ്രീകേഷ് വളാൻകിര, TCV ന്യൂസ്. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ വടക്കുംനാഥ ക്ഷേത്രത്തിനുള്ളിലെ മരമുത്തശ്ശിയെ ആദരിച്ചു. വടക്കുംനാഥ ക്ഷേത്രത്തിൽ തെക്കേ ഗോപുരനടയ്ക്ക് സമീപമുള്ള 120 വർഷത്തിലേറെ പഴക്കമുള്ള പേരാൽ മുത്തശ്ശിക്കാണ് ആദരമർപ്പിച്ചത്. P. ബാലചന്ദ്രൻ MLA ആദരിക്കൽ ചടങ്ങ് നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് P. ബാലചന്ദ്രനും കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രനും ചേർന്ന് പേരാൽ മുത്തശ്ശിയെ പൊന്നാടയണിയിച്ചും പുഷ്പവൃഷ്ടി നടത്തിയും ആദരിച്ചു. ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് KP അജയൻ, കൊച്ചിൻ ദേവസ്വം ബോർഡ് കമ്മീഷണർ SR ഉദയകുമാർ, സെക്രട്ടറി P. ബിന്ദു, TR ഹരിഹരൻ, വടക്കുംനാഥ ക്ഷേത്രം ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കാലാവസ്ഥാ വ്യതിയാനം വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ വൃക്ഷത്തൈകളും പുഷ്പത്തൈകളും നട്ട് സംരക്ഷിക്കാൻ തീരുമാനിച്ചതെന്നും പരിസ്ഥിതി ദിനത്തിൽ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും വൃക്ഷത്തൈകൾ നട്ട് പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ പറഞ്ഞു. കർഷകർക്കും കൃഷിക്കും ഭീഷണിയായിരിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന ദൗത്യത്തിന്റെ ഭാഗമായി കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ വൃക്ഷ മുത്തശ്ശിയായിട്ടുള്ള ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രാങ്കണത്തിലുള്ള പേരാലിനെ ആദരിക്കുക എന്ന പരിപാടിയാണ്. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിലുള്ള പരുമലയിൽ ഔഷധ സസ്യത്തോട്ട നിർമ്മിതി ഉൾപ്പെടെ നടത്തിക്കൊണ്ട് ദേവസ്വം ബോർഡിൻ്റെ എല്ലാ ക്ഷേത്രാങ്കണങ്ങളിലും ഇന്ന് പുഷ്പവൃക്ഷങ്ങളും അതുപോലെ തന്നെ മറ്റ് ഫലവൃക്ഷങ്ങളുമെല്ലാം നടുന്നതിന് വേണ്ടിയുള്ള പരിപാടിയാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് വിപുലമായി നടത്തിയിട്ടുള്ളത്. ഈ പരിസ്ഥിതി ദിനത്തിൻ്റെ ഭാഗമായിട്ട്
പരിസ്ഥിതിയെ സംരക്ഷിക്കുക, പരിസ്ഥിതിക്ക് ഭീഷണിയായിരിക്കുന്ന മനുഷ്യ സമൂഹത്തിനും ജന്തുജാലങ്ങൾക്കും ഭീഷണിയായിരിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ കൂടുതൽ സംരക്ഷണം നൽകുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇതിന്റെ ഭാഗമായി കൊച്ചിൻ ദേവസ്വം ബോർഡ് ഒരുക്കുന്നത്. പ്രകൃതി മനുഷ്യനു വേണ്ടി മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും കൂടി ഉള്ളതാണെന്നുള്ള ബോധ്യപ്പെടുത്തലാണ് ഈ പേരാൽ മുത്തശ്ശി ആദരിക്കുന്നതിലൂടെ അർത്ഥമാക്കുന്നതെന്ന് പി ബാലചന്ദ്രൻ MLA പറഞ്ഞു. ഭൂമിയുടെ അവകാശികൾ ആരാണ് എന്ന് ചോദിച്ചാൽ അതിൽ മനുഷ്യൻ മാത്രമല്ല, നാം മനുഷ്യ കേന്ദ്രീകൃതമായ വികസന നയം ഒരു പരിപ്രേക്ഷ്യമാണ് ഇതുവരെ അവതരിപ്പിച്ചിട്ടുള്ളതെങ്കിലും ലോകത്തിന് മാറ്റം വന്നു. ഇന്ന് മനുഷ്യ കേന്ദ്രീകൃതം മാത്രമല്ലാത്ത എല്ലാ വൃക്ഷജാലങ്ങൾക്കും ജന്തുജാലങ്ങൾക്കും ജീവിക്കാൻ അവകാശമുള്ളതാണ് ഭൂമി, അവരുടേത് കൂടിയാണ് എന്നുള്ള വിപുലമായ സന്ദേശമാണ് ഈ ജൂൺ 5 പരിസ്ഥിതി ദിന സന്ദേശമായിട്ടുള്ളത്. 120 വർഷത്തിലേറെ പഴക്കമുള്ള മരമുത്തശ്ശിയായ ഈ പേരാലിന്റെ മൊട്ടാണ് അതിരുദരത്തിന് ഉപയോഗിക്കുന്നത്. വൃക്ഷലതാദികളാൽ സമ്പന്നമായ വടക്കുന്നാഥ ക്ഷേത്രാങ്കണത്തിൽ മാത്രം ചെറുതും വലുതുമായ 38 ആൽമരങ്ങൾ സംരക്ഷിച്ചു വരുന്നു. TCV ന്യൂസ്, തൃശൂർ. മുറിച്ചു മാറ്റാനൊരുങ്ങിയ ആൽമരത്തിന് ചികിത്സയിലൂടെ പുതുജീവൻ. തളിർപ്പിന്റെ പച്ചപ്പുമായി വടക്കുന്നാഥ ക്ഷേത്രത്തിലെ ആൽമുത്തശ്ശി. 1.5 നൂറ്റാണ്ടിലേറെ പഴക്കമുണ്ട് വടക്കുന്നാഥ ക്ഷേത്രം ശ്രീമൂലസ്ഥാനത്തുള്ള ആൽമരത്തിന്. കാലപ്പഴക്കത്താൽ ദുർബലമായ മരം മുറിച്ചു നീക്കാൻ ഒരുങ്ങിയത് 2 വർഷം മുമ്പാണ്. പകരം നടാൻ പുതിയൊരു ആൽമരത്തൈ കൊണ്ടുവരികയും ചെയ്തു. എന്നാൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഏതാനും പരിസ്ഥിതി പ്രേമികൾക്കുണ്ടായ ചിന്ത ആൽമരത്തിന് പുതുജീവനേകുകയായിരുന്നു. ആൽമരത്തിന് ചികിത്സ നൽകാൻ തീരുമാനിച്ചു. ബോർഡോ മിശ്രിതവും പഞ്ചഗവ്യവും ഉപയോഗിച്ച് ചികിത്സ ആരംഭിച്ചു. ശാഖകൾ മുറിച്ചു നീക്കിയ ഭാഗത്ത് പ്രത്യേകം തയ്യാറാക്കിയ മിശ്രിതം തേച്ചുപിടിപ്പിച്ചു. കുമിൾ രോഗവും കീടബാധയെയും പ്രതിരോധിക്കാനും ചികിത്സ നൽകി. പീച്ചിയിലെ വനം ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞരാണ് ചികിത്സയ്ക്ക് നേതൃത്വം നൽകിയത്. ഒടുവിൽ ചികിത്സയ്ക്ക് ഫലമുണ്ടായി. ഉണങ്ങി ദ്രവിച്ചു തുടങ്ങിയ ആൽമരത്തിൽ പുതിയ ശിഖരങ്ങളുണ്ടായി. അക്ഷരാർത്ഥത്തിൽ പുനരുജ്ജീവനം. മുറിച്ചു മാറ്റാൻ തീരുമാനിച്ച ആൽമരമാണ് ചികിത്സയിലൂടെ പുതുനാമ്പുകളുമായി വീണ്ടും തളിർത്തത്. പരിസ്ഥിതി സംരക്ഷണത്തിന് തൃശൂരിന്റെ നന്മയുള്ള ഒരു സന്ദേശം. ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ. മണ്ണുത്തി കാർഷിക സർവകലാശാലയുടെ മോഡൽ ഓർഗാനിക് ഫാമിലെ പ്ലാവുകൾ മുഴുവൻ വെട്ടിക്കളഞ്ഞ് സ്ഥലം വെറ്റിനറി സർവകലാശാലയ്ക്ക് കൈമാറാനുള്ള നീക്കത്തിനെതിരെ മണ്ണുത്തിയിലും ഓർഗാനിക് ഫാമിലും ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. സമൂഹ മാധ്യമ കൂട്ടായ്മയായ ചക്കക്കൂട്ടത്തിന്റെയും മണ്ണുത്തി മോഡൽ ഓർഗാനിക് ഫാം സംരക്ഷണ സമിതിയുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ ചക്കക്കൂട്ടം കോർഡിനേറ്റർ അനിൽ ജോസ്, റിട്ടയർഡ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ NY ഷാജു, പരിസ്ഥിതി പ്രവർത്തകൻ ശരത് ചേലു, മാധ്യമപ്രവർത്തകൻ CD സുനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സംഘാടകരും ചക്കക്കൂട്ടം കൂട്ടായ്മ അംഗങ്ങളും കാർഷിക സർവകലാശാലയുടെ അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷനിലെ മോഡൽ ഓർഗാനിക് ഫാം സന്ദർശിച്ച് മരങ്ങളിൽ റിബൺ കെട്ടുകയും ആലിംഗനം ചെയ്യുകയും പ്ലാവിൻ തോട്ടത്തിൽ കൈകൾ കോർത്ത് സംരക്ഷണ വലയം തീർത്ത് സംരക്ഷണ പ്രതിജ്ഞ ചൊല്ലുകയും ചെയ്തു. ആന ഇടഞ്ഞ് ആക്രമണം നടത്തിയാൽ ഉടമസ്ഥനും പാപ്പാന്മാർക്കുമായിരിക്കും ഉത്തരവാദിത്വമെന്ന് ഹൈക്കോടതി. ഉത്സവാഘോഷങ്ങൾക്കും മറ്റ് യാത്രയ്ക്കുമിടയിൽ ആന ഇടഞ്ഞ് ആക്രമണം നടത്തിയാൽ ഉടമസ്ഥനും പാപ്പാന്മാരും പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്ന് ജസ്റ്റിസ് C പ്രദീപ് കുമാർ അധ്യക്ഷനായ ബെഞ്ച് ഉത്തരവിട്ടു. 2008 കുറ്റിക്കാട്ട് ക്ഷേത്രത്തിലെ ഘോഷയാത്രയിൽ ബാസ്റ്റിൻ വിനയശങ്കർ എന്ന ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ മരിച്ച വിൻസെന്റിന്റെ കുടുംബാംഗങ്ങൾ നൽകിയ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. 10,93,000 രൂപ നഷ്ടപരിഹാരം നൽകാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. വിൻസെന്റ് ആനയുടെ പുറത്ത് കയറി സഞ്ചരിക്കവേ മൂലവട്ടം റെയിൽവേ ക്രോസിംഗിൽ എത്തിയപ്പോൾ ആന പെട്ടെന്ന് അക്രമകാരിയാവുകയായിരുന്നു. നരേന്ദ്രമോദി സർക്കാരിന്റെ 11ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സംഘടിപ്പിച്ച സംസ്ഥാനതല ശില്പശാല മുൻ സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര പദ്ധതികൾ പേരുമാറ്റുന്ന തരംതാണ രാഷ്ട്രീയമാണ് കേരള സർക്കാർ നടത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. വികസനത്തിന് വേണ്ടി കേന്ദ്രം നൽകുന്ന പണം സംസ്ഥാനം വിനിയോഗിക്കുന്നില്ലെന്ന് കുമ്മനം രാജശേഖരൻ കുറ്റപ്പെടുത്തി. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് P സുധീർ അധ്യക്ഷത വഹിച്ചു. യുവമോർച്ച ദേശീയ ജനറൽ സെക്രട്ടറി രോഹിത് ചഹൽ,
സംസ്ഥാന വൈസ് പ്രസിഡന്റ് AN രാധാകൃഷ്ണൻ, സംസ്ഥാന സെക്രട്ടറി A നാഗേഷ്, രേണു സുരേഷ്, ജില്ലാ പ്രഭാരി MV ഗോപകുമാർ, തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു. പരിസ്ഥിതി മിത്രം പുരസ്കാരം മുഖ്യമന്ത്രിയിൽ നിന്ന് ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് ഏറ്റുവാങ്ങി. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. കൌൺസിലർമാരായ ബിവിത മോഹനൻ, ദേവിക ദിലീപ്, സിന്ധു ഉണ്ണി, ബിന്ദു പുരുഷോത്തമൻ, നഗരസഭാ സെക്രട്ടറി H അഭിലാഷ് കുമാർ തുടങ്ങിയവരും ചെയർമാനോടൊപ്പം സന്നിഹിതരായിരുന്നു. കൊലപാതക കേസിൽ ജാമ്യത്തിലിറങ്ങി മുങ്ങിയ പ്രതിയെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. കൂളിമട്ട സ്വദേശി കാരയിൽ വീട്ടിൽ അരുണാണ് അറസ്റ്റിലായത്. മദ്യപിക്കുന്നതിനിടെ ഉണ്ടായ തർക്കത്തിൽ മതിലകം സ്വദേശി രാജേഷിനെ കൊലപ്പെടുത്തിയെന്നാണ് കേസ്. മതിലകം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഷാജി, SI മുഹമ്മദ് റാഫി, CPOമാരായ സബീഷ്, സനീഷ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. CPI ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള സംഘാടക സമിതി ഓഫീസ് ഇരിങ്ങാലക്കുടയിൽ CN ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് അധ്യക്ഷത വഹിച്ചു. CPI സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ VS സുനിൽകുമാർ, TR രമേഷ് കുമാർ, KG ശിവാനന്ദൻ, ഷീല വിജയകുമാർ, K ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 9130 രൂപ, പവന് 73,040 രൂപ. വെള്ളി ഗ്രാമിന് 114 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3645 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. വലിയ പെരുന്നാളിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വെള്ളിയാഴ്ച അവധി പ്രഖ്യാപിച്ചു. സർക്കാർ ഓഫീസുകൾക്ക് വെള്ളിയാഴ്ച അവധിയില്ല. പടിയൂരിൽ അമ്മയെയും മകളെയും കൊലപ്പെടുത്തിയത് കഴുത്തുഞ്ഞെരിച്ചാണെന്ന നിഗമനം. പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. അരണാട്ടുകരയിൽ വീട്ടുപണിക്ക് സഹായിക്കാനെന്ന വ്യാജേന എത്തി സ്വർണ്ണാഭരണവും പണവും തട്ടിയെടുത്ത തമിഴ് സ്ത്രീ കൂടുതൽ സ്ഥലങ്ങളിൽ തട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തി. തട്ടിപ്പുകാരെ തിരിച്ചറിഞ്ഞത് TCV പ്രേക്ഷകർ. തൃശൂർ കോർപ്പറേഷനിലെ ഓട്ടോമാറ്റിക് ഹൈഡ്രോളിക് മൾട്ടി പാർക്കിംഗ് സിസ്റ്റം വീണ്ടും തകരാറിലായി. എറണാകുളം സ്വദേശിയുടെ കാർ പുറത്തിറക്കാനാകാതെ മണിക്കൂറുകളോളം കുടുങ്ങി. തകരാറിലായ പാർക്കിംഗ് സിസ്റ്റത്തിൽ റീത്ത് വെച്ച് കോൺഗ്രസ് കൌൺസിലർമാർ. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർ UDFന് വോട്ട് ചെയ്യുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF 100-ലധികം സീറ്റുകൾ നേടി അധികാരത്തിൽ വരുമെന്ന് പ്രതിപക്ഷ നേതാവ്. ഫാംഫെഡ് നിക്ഷേപ തട്ടിപ്പ് ചെയർമാൻ C രാജേഷ് പിള്ളയുടെയും MD അഖിൽ ഫ്രാൻസിസിന്റെയും അറസ്റ്റ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് രേഖപ്പെടുത്തി. തട്ടിപ്പിന് ഇരയായവർ കൂട്ടായ്മ രൂപീകരിച്ചു. ലോക പരിസ്ഥിതി ദിനത്തിൽ പരിസ്ഥിതി സംരക്ഷണ സന്ദേശവുമായി 6 കിലോമീറ്റർ ഓടി ജില്ലാ കളക്ടർ. പ്രകൃതിയോടിണങ്ങിയുള്ള നിരവധി ടൂറിസം പദ്ധതികൾ ജില്ലയിൽ നടപ്പാക്കാൻ ആലോചനയുള്ളതായി കളക്ടർ അർജുൻ പാണ്ഡ്യൻ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.